ഹലോ ഫ്രണ്ട്സ്, ഇത് ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല പൊരിച്ച ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ചിക്കനിലേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ബിരിയാണി നമ്മൾ പീസാക്കി എടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്തിട്ട് ഇതൊന്നും ഒരു 10-15 മിനിറ്റ് ഒന്ന് മാരിനേഷൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് അരി കുതിർക്കാൻ വെക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ച് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ആക്കാണ്ട് തന്നെ എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഒരു 15 മിനിറ്റൊക്കെ 10 മിനിറ്റൊക്കെ മതി, കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ഇതുപോലെ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ ഒന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിക്കനിൽ ഒരുപാട് ഇങ്ങനെ ജ്യൂസ് ഇറങ്ങി വരാണ്ടും പിന്നെ ഈ കവർ ചെയ്ത് വെക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും വരും. അതൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ബിരിയാണി ചെയ്യുന്ന സമയത്ത് സവാള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്യുമ്പോഴാണ് ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ സവാളയൊക്കെ എടുത്ത് ചോപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ഇത് ചെക്ക് ചെയ്യണം കേട്ടോ. അതിൽ ഈ ബ്ലാക്ക് കളറിലുള്ള ഒരു തരം പൊടി ഉണ്ടാവുമല്ലോ, അത് നമ്മളുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദോഷമാണെന്ന് അപ്പോൾ മിക്കവാറും ഡോക്ടേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അവർക്ക് അത്ര അറിവുണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ടൊമാറ്റോ ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റും കൊറിയാണ്ടർ ലീഫും. കൊറിയാണ്ടർ എടുക്കുന്നതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതി കേട്ടോ, മിൻറ്റ് ലീഫ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ചിക്കൻ്റെ ഒരു സൈഡായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ വരും. പിന്നെ ഇത് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടും വരും. വേണമെങ്കിൽ ഇത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് ഓയിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മുടെ ഗാർഡൻ ഫ്രഷ് രമ്പയില അതൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രമ്പയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ ബിരിയാണിക്ക് ഒരു മസാലയുടെയും ആവശ്യമില്ല. പിന്നെ വീടിൻ്റെ നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്ന് വരുമ്പോഴേ തന്നെ നല്ല ബിരിയാണിയുടെ സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്നുകൂടി ആവുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്ത് റൈസ് ശരിയാക്കാം. ഈ വേറൊരു ഗ്യാസിലേക്ക് റൈസിനുള്ള വെള്ളം എടുക്കുക. അപ്പോൾ കുക്കറിൽ റൈസ് റെഡിയാക്കുമ്പോൾ ഇരട്ടി വെള്ളം എടുക്കണ്ട, ഒരു 3/4 ഗ്ലാസ്സൊക്കെ കുറച്ചെടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഉപ്പും രമ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചിക്കനും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി പോട്ട് വെക്കാം. ഒന്ന് ലൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഈ ടൈമിൽ നമ്മളുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളൊന്നിനും ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമ്മളൊന്നിനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ഓരോന്നും ഇങ്ങനെ റെഡി ആവുന്നതനുസരിച്ച് അടുത്തതിലേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. സവാള നമ്മൾ കട്ടിങ്സ് ഒന്നും നമ്മൾ ഒരുപാട് നേരത്തെ ചെയ്ത് വെക്കണമെന്നില്ല കേട്ടോ. ഇതുപോലെ ടൈം അഡ്ജസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ജോലി കഴിയും. ഇനി റൈസ് നമുക്ക് ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കിയിടാം. പിന്നെ റൈസ് ലോ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ കൊടുക്കുക. അല്ലെങ്കിൽ അരി അതിൽ കിടന്ന് കുതിർന്നിട്ട് പെട്ടെന്ന് കുഴഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിലിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. കുറച്ച് ഹോൾ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ രമ്പയിലയുടെ 2-3 പീസ് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമായപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ സ്റ്റാൻഡ് പണി മുടക്കി. അപ്പോൾ ഇനിയുള്ളതെല്ലാം കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലാരും ഇല്ല എന്തായാലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ക്യാമറ ഒന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തേനെ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, അപ്പോഴാണ് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
പിന്നെ നമ്മൾ ഈ പല സ്ഥലങ്ങളിലും പല രീതിയിൽ പച്ചയ്ക്ക് തന്നെ നമ്മൾ വെച്ചിട്ട് ഇത് ബിരിയാണിയൊക്കെ ദം ചെയ്തിടാറുണ്ട്. അതിന് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ ഈ ഫ്രൈ ചെയ്തൊക്കെ വെക്കുമ്പോൾ സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എപ്പോഴും ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്തെ ഇതുപോലെ നല്ല ചുവടിൽ കട്ടിയുള്ള പാത്രം മാത്രം പോട്ടിൽ വയ്ക്കുക. അല്ലെങ്കിൽ ഇൻഡാലിയം അലൂമിനിയം പോലുള്ള ഉരുളികളിലൊക്കെ വെച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ദം ചെയ്യുന്ന സമയത്തൊക്കെ ബിരിയാണി അടുക്കി പിടിച്ചിട്ട് ആ റൈസിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ടൊമാറ്റോ മിൻറ്റ് ലീഫും കൊറിയാണ്ടറും കുറച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വഴണ്ട്. ടൊമാറ്റോ നല്ല കളറുള്ളതായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ചതച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇനി കളറൊന്നും വേണ്ട, യെല്ലോയിഷ് കളറിൽ മാത്രം മതിയെങ്കിൽ ഈ പൊടികളൊക്കെ ഒഴിവാക്കിയാൽ മതി കേട്ടോ. കുറച്ച് ഗരം മസാലയുടെ പൗഡറും എല്ലാം കൂടി ചേർത്തിട്ട് ഈ മസാലയുടെ ആ ഒരു പച്ചച്ചുക ഒന്ന് മാറി വരുന്നവരെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് തൈരിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ചതച്ച അതിൻ്റെ വെള്ളമെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് നല്ല സെറ്റായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് ചിക്കൻ്റെ ജ്യൂസോ ഓയിലോ ഉണ്ടെന്ന് ഓർത്ത് കുഴപ്പമില്ല. അത് ഫുള്ളായിട്ടൊന്ന് വടിച്ച് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ഇത് ബിരിയാണി ഏതായാലും ഫ്രൈ ചെയ്തതായാലും ചെയ്യാത്തതായാലും ദം ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ അത്യാവശ്യം കുറച്ച് ഗ്രേവി ഉണ്ടാവണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ആ സ്റ്റീമൊക്കെ റൈസിലേക്ക് മുകളിലേക്ക് ആയി വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഈ ചിക്കൻ ചേർത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആ ചിക്കനും നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൂടി ഒന്ന് ലെവലായിട്ട് വരുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോഴാണ് തിളച്ച് മുകളിലേക്ക് റൈസിലേക്കൊക്കെ സ്റ്റീം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. എത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ചോറ് അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുക്കർ തുറന്ന് വെക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ലെയറായിട്ട് ദം ചെയ്യുന്നവർക്ക് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും സൗകര്യത്തിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫുള്ളായിട്ടും റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടൊന്നും ചേർക്കണില്ല കേട്ടോ. സവോള നട്ട്സ് ഒന്നും ചേർക്കണില്ല. അത് ഞാൻ എപ്പോഴും പറയാറില്ല. ഇവിടെ കുട്ടികൾക്ക്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, കുട്ടികൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്തിനാണ് നമ്മളിപ്പോൾ ഇത്ര പാടുപെട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അതൊന്നും ഇട്ട് കൊടുക്കാത്തത്. പകരം കുറച്ച് ഗരം മസാല, മല്ലിയില, അതുപോലെ നെയ്യ് ചേർത്തിട്ടില്ലല്ലോ ഇതുവരെ, നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഇത് നമുക്ക് അടച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ബിരിയാണിയുടെ പരിപാടി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ദം ബിരിയാണിയാണ് കേട്ടോ. അത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതെല്ലാം തുറന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. റൈസും ചിക്കനെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ദം ബിരിയാണി റെസിപ്പിയാണ്. തന്നെയല്ല ഒരുപാട് നല്ല കമൻറ്റ് കിട്ടിയ റെസിപ്പി കൂടിയാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സാലഡ് കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബിരിയാണി വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനല്ലേ. ഒരു ടെൻഷനില്ലാണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ടൈം സേവ് ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെ വേഗം ജോലികൾ തീർന്ന ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഫാമിലിക്ക്, ഫ്രണ്ട്സിൻ്റെ, റിലേറ്റീവ്സിന് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.